മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ലണ്ടൻ ഡെർബിയെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇന്ന് നടന്ന മത്സരത്തിൽ ആർസണൽ സ്പേഴ്സിനെ 2-1 പരാജയപ്പെടുത്തിയത്. അപ്പോൾ പണ്ടൊക്കെ ഡെർബി മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കും. കാരണം ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് വരും. അടിയുണ്ടാവും, ഉന്തും തള്ളും ഉണ്ടാവും, റെഡ് കാർഡ് കാണും. അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു മത്സരമായിരിക്കും ഡെർബി എന്ന് പല റിസൾട്ടുകളും നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഡെർബി എന്നൊക്കെ പറഞ്ഞാൽ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ബഞ്ച് ഓഫ് കിഡ്സ് വരുന്നു, ആർക്കോ വേണ്ടി കളിക്കുന്ന പോലത്തെ ഒരു പെർഫോമൻസ് കൊണ്ടുവരുന്നു. എംബാരസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്നത്തെ 2-1 തോൽവി എന്ന് പറയേണ്ടി വരും. അപ്പം നിങ്ങൾ വിചാരിക്കും 2-1 വലിയ തോൽവിയൊന്നും ആയിരിക്കില്ല. പക്ഷേ ആർസണലിന്റെ ഒഫൻസിന് ഉന്നമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. കാരണം ഒരു ഹാഫ് ഡസൻ ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ചാൻസുകൾ ആർസണലിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ കായവേർട്സും സ്റ്റേർലിംഗ് ഒക്കെ ഒഫൻസിൽ ഉള്ളതിനെ കൊണ്ട് സ്കോർ ലൈൻ 2-1 നിന്നു എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ആദ്യത്തെ 20 മിനിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസണൽ പ്ലേയേഴ്സ് വന്നിട്ട് സ്പേഴ്സിനെ ചോക്ക് ചെയ്താലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം നമുക്ക് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ സെക്കൻഡ് ബോളും ആർസണൽ വിൻ ചെയ്യുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹൈ പ്രസ്സിലാണ് കളി നടക്കുന്നത്. സ്പേഴ്സ് ആകെ പാനിക്കായി വളരെ വളരെ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ആദ്യത്തെ 20 മിനിറ്റിൽ നമ്മൾ കണ്ടത്. ഒഫൻസീവ്ലി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ആദ്യത്തെ 20 മിനിറ്റിൽ കൊണ്ടുവരാൻ സ്പേഴ്സിന് കഴിഞ്ഞില്ല. ആർസണൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അവർക്കത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ഒരു 3 ചാൻസുകൾ സ്പേഴ്സിന് തേടിയെത്തി. സണ്ണിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, കുളസസ്കി ഒരു ഹാഫ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു സെറ്റ് പീസിൽ നിന്ന് സ്പേഴ്സാണ് അത് സ്കോർ ചെയ്യുന്നത്. സണ്ണിൻ്റെ മിഡ്ഫീൽഡിൽ നിന്നുള്ളൊരു ഷോട്ട് ചെറിയൊരു ഡിഫ്ലക്ഷനോടെ ബോക്സിനകത്തേക്ക് എത്തി. അങ്ങനെ 1-0 ലീഡിലേക്ക് സ്പേഴ്സ് വരികയാണ്. പക്ഷേ ആർസണൽ പെർഫോമൻസ് ഒന്നുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു അവർ തിരിച്ചു വരും. സെറ്റ് പീസിൽ എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആർസണൽ കൊണ്ടുവരുന്നതെന്ന് പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സാണ് ഗബ്രിയേലും സലീബയും. അപ്പം മിനിമം ചെയ്യേണ്ടത് ഈ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് പീസ് ആർസണൽ തേടിയെത്തുന്നു. അത് കോർണർ അല്ല എന്നുള്ളത് മറ്റൊരു ഡിസ്കഷനാണ്. കാരണം ട്രൊസാർഡിന്റെ കാലിൽ തട്ടി ആ ബോൾ പുറത്തേക്ക് പോയി. അതൊരു ഗോൾ കിക്ക് ആയിരുന്നു. പക്ഷേ റഫറി കോർണർ കൊടുത്തു. ആ കോർണറിൽ നിന്ന് വന്ന പന്താണ് ഫാർ പോസ്റ്റിൽ വെച്ചിട്ട് ഗബ്രിയേൽ ഹെഡ് ചെയ്യുന്നത്. സൊളാങ്കിയുടെ ദേഹത്ത് തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് ഈ പന്ത് പോസ്റ്റിലേക്ക് കയറി. അങ്ങനെ 1-1 ആർസണൽ കളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ കിൻസ്കിയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഗോൾ കീപ്പറാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ 18 യാർഡ് ബോക്സിനകത്ത് വെച്ച് എന്തിനാണ് ഡ്രിബിൾ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് 1-2 ചാൻസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം ഒരു പ്രാവശ്യം കായ് ഹവേർട്സ് വന്നിട്ട് പുള്ളിനെ പ്രസ് ചെയ്യുന്നു, പുള്ളി ഡ്രിബിൾ ചെയ്യാൻ നോക്കുന്നു, അവിടുന്ന് ബോൾ മിസ്സായി. എങ്ങനെയൊക്കെയോ ആ ബോൾ സേവ് ചെയ്തു. 2-3 പ്രാവശ്യം പുള്ളി പാനിക്കായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. യങ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്, നമ്മൾ അവസരങ്ങളൊക്കെ കൊടുക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യകത ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ബിസുമയുടെ കാര്യം പറയണം. ബിസുമ ഒരു മാച്ച് കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ 1-2 മിസ്റ്റേക്സ് കാണും. ഇന്ന് മിഡ്ഫീൽഡിൽ വെച്ചിട്ട് 3 പേരുള്ളപ്പോൾ അനാവശ്യമായിട്ട് കൂടുതൽ ടച്ച് എടുത്ത് ഡ്രിബിൾ ചെയ്യാൻ നോക്കുന്നു. അവിടെ നിന്നാണ് ബോൾ മിസ്സാവുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ട്രൊസാർഡ് ഉണ്ട്, ട്രൊസാർഡിലേക്ക് ബോൾ എത്തുന്നു. പുള്ളി അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കിൻസ്കി സേവ് ചെയ്യേണ്ട ഒരു പന്താണ്. പക്ഷേ ആ ഷോട്ടിൽ വന്നിട്ടുള്ള ഒരു ബൗൺസ് പുള്ളിയെ കബളിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ 2-1 എന്നുള്ള സ്കോറിലേക്ക് 44-ാമത്തെ മിനിറ്റിൽ ആർസണൽ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ആർസണലിന് കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മാഡിസൺ വന്നു, അതുകൂടാതെ ജോൺസൺ ടീമിലേക്ക് എത്തി. ഇപ്പം ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി 1-on-1 പ്രസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. 2 പ്ലേയേഴ്സിൻ്റെ പേര് ഇവിടെ എടുത്തു പറയണം. ഒന്ന് ബർഗ്വാൾ, കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ട് ഒഫെൻസീവ് ആയാലും ഡിഫെൻസീവ് ആയാലും പലപ്പോഴും ബോളൊക്കെ ക്ലിയർ ചെയ്യുന്നത് പുള്ളിയാണ്. പുള്ളി ഓടി ബോക്സിലേക്ക് വരുന്നുണ്ട്. അതേപോലെ ഒരു ഹൈ എൻഡ് പ്രസ്സിന് പോകുമ്പോഴും ബർഗ്വാൾ അവിടെ ഉണ്ടായിരുന്നു.
ആർച്ച് ഗ്രേ കുറച്ചുകൂടി കാമൻ കമ്പോസ്ഡ് ആയിട്ട് ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ 2 പേര് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കണക്കായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് നോക്കിയാലും 1-2 ചാൻസുകൾ സ്പേഴ്സിന്റെ സൈഡിലെത്തി. സൊളാങ്കിയുടെ കാര്യം സൊളാങ്കിക്ക് മാത്രമേ അറിയൂ. പുള്ളി ഫൈനൽ തേർഡിലൊക്കെ ഒരു റണ്ണൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സണ്ണിന്റെ കാര്യവും മറിച്ചല്ല. പുള്ളിക്ക് 1-2 ഹാഫ് ചാൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊന്നും സണ്ണിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. സെക്കൻഡ് ഹാഫിൽ ആർസണലിലും കിടിലൻ ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-1 എന്ന ലീഡിലൂടെ ആർസണൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ടൈറ്റിൽ ചാലഞ്ചിലേക്ക് തിരിച്ചു വരാൻ ഈ ഒരു റിസൾട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. 14ഓളം ചാൻസുകൾ ആർസണൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ പല ചാൻസുകളും ഫൈനൽ തേർഡിൽ വെച്ച് മിസ്സാക്കുന്ന ഒരു ടീമിനെയാണ് നമ്മളിന്ന് കണ്ടത്. ഇപ്പോൾ സ്പേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റ് മാത്രമാണ് സ്പേഴ്സ് നേടിയത്. നമ്മളൊരു റെലിഗേഷൻ ഫൈറ്റിലേക്ക് റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയില്ല. കാരണം ഇപ്പോൾ ബോട്ടം 10 ടീമുമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 6 എത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ വരാൻ പോകുന്ന 1-2 മത്സരം കൂടി തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെലിഗേഷൻ ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൻജിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചാടിത്തുള്ളുന്നുണ്ട്. പക്ഷേ പുള്ളിയെ പുറത്താക്കിയാലോ പുതിയ മാനേജറെ കൊണ്ടുവന്നാലോ ഈ ടീമിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പിലെ ടീമിനെതിരെ പോലും കളിക്കാനാവുന്ന സ്ക്വാഡ് ഇല്ല എന്നുള്ളതാണ് പരസ്യമായ രഹസ്യം. ഇവിടെ ഡാനിയൽ ലീവി ആയാലും ജോ ലൂയിസ് ആയാലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു 3-4 പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റെലിഗേഷനിലേക്ക് പോയാലും അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. ഈ 18-19 ഇയേഴ്സ് കിഡ്സിനെ വെച്ചിട്ട് എത്ര ദിവസം ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൻജിന് അറിയുന്ന കാര്യം തന്നെയാണ്. പുള്ളി എന്താണ് ഓപ്പൺ ആയിട്ട് അത് പറയാത്തതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും എംബാരസിംഗ് പെർഫോമൻസ് ഫ്രം സ്പേഴ്സ് സൈഡ്, ഡിസേർവിംഗ് വിക്ടറി ഫോർ ആർസണൽ. ഇപ്പോൾ റഫറിയുടെ സൈഡിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ടൊന്നും നമ്മുടെ പെർഫോമൻസിനെ മാസ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.